2024 ആഗസ്റ്റ് 18 നടന്ന ഫീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് മലയാളം മീഡിയത്തിന് ചോദ്യം മലയാളത്തിൽ ഒരു പാരഗ്രാഫ് ആയിരുന്നു. അതേസമയം ഇംഗ്ലീഷ് മീഡിയത്തിന് ഇതേ ചോദ്യം തന്നെ ഇംഗ്ലീഷിന്റെ പാരഗ്രാഫിലായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഒരല്പം വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ പ്രയാസമായിരുന്നു, വൊക്കാബുലറി പാടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി ആ ഭാഗം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം. ഇന്ന് നമ്മൾ മലയാളം മീഡിയത്തിന്റെ ടോപ്പിക്ക് നോക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം വേണ്ടുന്നവർ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോ ചോദ്യം ഇതായിരുന്നു നമുക്ക് നൽകിയിട്ടുള്ള പാരഗ്രാഫ്. ഒന്ന് പാസ് ചെയ്യുക, വീഡിയോ ഒന്ന് പാസ് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ അറിയാത്ത, മലയാളത്തിൽ തന്നെ അറിയാത്തതായിട്ടുള്ള ഏതെങ്കിലും വാക്കുകളുണ്ടോ, അതിനോടൊപ്പം വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആശയങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. നിള എന്ന് പറയുന്ന ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കുട്ടി നിള എന്ന് പറയുന്ന ഒരു പേരാണ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഷയ്യ എന്ന് പറയുന്ന ബെഡ്, കിടപ്പിലാക്കുക, അവശതയിലാക്കുക തുടങ്ങിയുള്ളതാണ്. ആസന്നം മീൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്നത്, ആസന്ന മരണം, പെട്ടെന്നുണ്ടാകുന്ന മരണം, വരാൻ പോകുന്ന മരണം എന്നുള്ള കൺസെപ്റ്റ്. ഈ 3 വാക്ക് ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് കുട്ടികൾക്ക് മനസ്സിലാകാത്ത വാക്കുകളുള്ളൂ. ഇനി ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഏതു നദിയെക്കുറിച്ചാണ് ഖണ്ഡികയിൽ പറയുന്നത്? ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയും. നിള നദിയെക്കുറിച്ചാണ് ഖണ്ഡികയിൽ പറയുന്നത്. എന്താണ് വേദനാജനകമായ കാഴ്ച? ഇത് വായിച്ച ആശയം ഓർത്തിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ പാരഗ്രാഫ് വായിക്കേണ്ട. എപ്പോഴാ? പരീക്ഷയുടെ സമയത്ത് ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തില് ഏത് നദിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നിറഞ്ഞൊഴുകിയിരിക്കുന്ന നിള, അപ്പൊ നിളയെ കുറിച്ചാണ് പറയുന്നത്. 2, വേദനാജനകമായ കാഴ്ച. അപ്പം വേദനാജനകം എന്ന വാക്ക് എവിടെയാണെന്ന് നോക്കുക. അപ്പം വേദനാജനകമായ ഒരു കാഴ്ചയാണ് എന്ന് പറയുന്നു സെന്റൻസ്. അപ്പൊ ആ സെന്റൻസിന്റെ തൊട്ട് മുമ്പോ തൊട്ടടുത്തോ ഉത്തരം ഉണ്ടായിരിക്കും. നിള ഇന്ന് വേനലിന്റെ ആരംഭത്തോടെ നീർച്ചാലായി മാറുന്നത് വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ്. അപ്പം നിറഞ്ഞൊഴുകിയിരുന്ന നദി ഇപ്പോൾ ഒഴുക്ക് കുറഞ്ഞ് എന്തായി മാറിയിരിക്കുന്നു? ഒരു നീർച്ചാലായി, വെറും ഒരു അരുവി പോലെയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആ കാഴ്ച വേദനാജനകമായി തോന്നുന്നത്. അപ്പം നിളം നീർച്ചാലായി മാറുന്നു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നിങ്ങൾക്കിത് പാസ് ചെയ്യാം. പാസ് ചെയ്തിട്ട് ഈ പാരഗ്രാഫ്, തൊട്ട് താഴെ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കി ഉത്തരം കണ്ടുപിടിക്കാം. മൺസൂൺ കാലത്ത് നദി നിറഞ്ഞൊഴുകുമ്പോൾ ഗതി മാറാനുള്ള കാരണം. അപ്പം അതേ വാക്ക് നോക്കുക. നദി നിറഞ്ഞൊഴുകുമ്പോൾ നദിയുടെ ഗതി മാറാനുള്ള കാരണം. അപ്പൊ ഈ വരി ഇവിടെ കിട്ടി. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത സെന്റൻസോ അതിന് മുമ്പത്തെ സെന്റൻസോ ആയിരിക്കും ഉത്തരം. ക്രമാതീതമായി താഴാനും നദിയിലേക്ക് ഉപ്പുവെള്ളം കയറാനും കാരണമാകുന്നു. നദിയിലെ ഒഴുക്ക് കുറഞ്ഞതിനാൽ പല ഭാഗങ്ങളിലും തുരുത്തുകൾ രൂപം കൊണ്ടു. മൺസൂൺ കാലത്ത് നദി നിറഞ്ഞൊഴുകുമ്പോൾ നദിയുടെ ഗതി മാറാനും കാരണമാകുന്നു. എന്താ ഗതി മാറാൻ കാരണമായത്? നദിയിലെ തുരുത്തുകൾ രൂപപ്പെടുന്നത് കൊണ്ടാണ്. അടുത്ത ചോദ്യം, നദിയുടെ ജലസംഭരണ ശേഷി കുറഞ്ഞതിന്റെ കാരണമായി ഖണ്ഡികയിൽ പറയുന്ന കാര്യം, ഈ പാരഗ്രാഫിൽ പറയുന്ന കാര്യം. സംഭരണശേഷി എന്നുള്ളതാണ് വാക്ക്. പാസ് ചെയ്യുക, ഉത്തരം കണ്ടെത്തുക. സംഭരണശേഷി വളരെ കുറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പത്തെ സെന്റൻസോ ആ സെന്റൻസോ ആയിരിക്കും ഉത്തരം. അമിതമായ മണലെടുപ്പ് കാരണമാണ് നദിയുടെ ജലസംഭരണ ശേഷി കുറഞ്ഞത്. അമിതമായ മണലെടുപ്പ് കാരണം. അപ്പൊ ഈ ഉത്തരം അതുപോലെ അവിടെ എത്തും. തൊട്ടടുത്തത്, ആസന്ന മരണത്തിൽ നിന്നും നദിയെ രക്ഷിക്കാൻ എന്തു ചെയ്യണം? വായിച്ചു നോക്കി, പാരഗ്രാഫ് വായിച്ചു നോക്കുമ്പോൾ ആസന്ന മരണത്തിൽ നിന്നും നദിയെ നമുക്ക് രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് സെന്റൻസ്. അപ്പൊ ആ ഉത്തരം എവിടെ നിന്നാണ് അടുത്ത സെന്റൻസ് തുടങ്ങുന്നത്? മണലെടുപ്പ് ശക്തമായ നിയമം മൂലം നിയന്ത്രിച്ചും മാലിന്യങ്ങൾ നദിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവയെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചും ആസന്ന മരണത്തിൽ നിന്നും നദിയെ നമുക്ക് സംരക്ഷിക്കാം. പറഞ്ഞേക്കുന്നത് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും മണലെടുപ്പ് തടയലും എന്നുള്ള ഉത്തരങ്ങളാണ് കിട്ടുന്നത്. ഈ രീതിയിലാണ് നമുക്ക് പാരഗ്രാഫ് വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, പാരഗ്രാഫ് കോംപ്രിഹെൻഷൻ പരീക്ഷയ്ക്ക് എല്ലാ ക്ലാസ്സുകാർക്കും ചോദിക്കുന്നതാണ്.
മുകളിലോട്ടുള്ള എല്ലാ ക്ലാസ്സുകാർക്കും പാരഗ്രാഫ് കോംപ്രിഹെൻഷൻ ഉണ്ട്. അപ്പോൾ 6ാം ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിലും ഇംഗ്ലീഷിൽ എന്തായാലും ചെയ്തിട്ടുണ്ട്. മലയാളത്തിന്റെ പരീക്ഷയുടെ കാര്യം എനിക്കറിയില്ല. ഇംഗ്ലീഷിന്റെ പരീക്ഷയിൽ പാരഗ്രാഫ് കോംപ്രിഹെൻഷൻ ഉണ്ട്. ഓണപരീക്ഷയ്ക്കും ക്രിസ്മസിനും എല്ലാത്തിനും നിങ്ങൾ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാകുന്നതാണ്. നമ്മൾ ഒരുപാട് കഥകളൊക്കെ വായിക്കുന്നതാണ്. അപ്പൊ പാരഗ്രാഫ് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് വായിക്കുന്നവർ, ആ ഫുൾ പാരഗ്രാഫ് വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അങ്ങനെ വായിക്കുന്നവർ അവർക്ക് അറിയാത്ത വാക്കുകൾ എന്ത് ചെയ്യുക, ആദ്യമേ ഒന്ന് വട്ടം വരയ്ക്കുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ചോദ്യം വായിക്കുക. ചോദ്യത്തില് പർട്ടിക്കുലർ ടേംസ് എന്തെങ്കിലും ഉണ്ടോ, ചോദ്യത്തിന്റെ ഭാഗം എവിടെയുണ്ട് എന്ന് നോക്കുക, അത് വായിക്കുക. മലയാളം മീഡിയത്തിന് വളരെ എളുപ്പമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിന് ചില വാക്കുകൾ വായിക്കുമ്പോൾ ചില അർത്ഥങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. ചെയ്യേണ്ടത് ഏത് സെന്റൻസ് ആണോ അവിടെ വരുന്നത്, ആ ചോദ്യത്തിൽ വരുന്നത്, അതേ ഭാഗം തന്നെയായിരിക്കും ഉത്തരം എന്നുകൂടി അങ്ങ് പ്രതീക്ഷിച്ച് ഉത്തരം എഴുതുക. പൊതുവെ കുട്ടികൾ അവലംബിക്കുന്ന ഒരു മാർഗമാണത്. പൊതുവെ ശരിയാണ്, എന്നിരുന്നാലും ചില ഭാഗങ്ങളിലത് എന്ത് ചെയ്യാം, തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചിലത് ഇപ്പൊ തലക്കെട്ട് കൊടുക്കുക, ഉചിതമായ തലക്കെട്ട് കൊടുക്കുക, ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സയൻസുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. തൊട്ടടുത്ത ദിവസം നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുമായി കാണാം. ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ, മറ്റ് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോയുടെ കീഴിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ പറഞ്ഞാലും അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ തയ്യാറാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മാത്സിന്റെ ഇതുവരെ നടന്ന ചോദ്യങ്ങൾ, മാത്സിന്റെ ക്ലാസ് ലിങ്ക് ആയിട്ട് തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. മാത്സിന്റെ ക്ലാസ്, മലയാളത്തിന്റെ ക്ലാസ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തുടങ്ങിയവ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 എക്സാം 2024 നടന്നിട്ടുണ്ട് ഫീസുമായിട്ട് ബന്ധപ്പെട്ടത്. ആ ചോദ്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ വർക്ക് ചെയ്യുന്നതാണ്. ഓണപരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അതിനോടൊപ്പം ചെയ്യുന്നതാണ്. നമുക്ക് സെപ്റ്റംബർ ആദ്യ വീക്കില് ഓണപരീക്ഷ ക്ലാസ്സുകളും ആരംഭിക്കുന്നതാണ്. ഓണപരീക്ഷ എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 7ാം ക്ലാസ്സിന്റെ പാഠപുസ്തകം 6ലെ പാഠത്തിന്റെ ഒരു മുകളിലോട്ടുള്ള ടോപ്പിക്കാണെന്ന് പറയാം. അതുകൊണ്ട് നല്ല രീതിയിൽ 6 പഠിച്ചു വരുന്നവർക്ക് 7 പഠിക്കാൻ എളുപ്പമായിരിക്കും. 6 പുസ്തകത്തിൽ നല്ല ചാപ്റ്ററുകളാണ് ഉള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.